നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വറുത്തരച്ച മീൻ കറിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചൂര അല്ലെങ്കിൽ ടൂണ ഫിഷ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. 1 ടേബിൾ സ്പൂൺ പുളി, 6 മുളക്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് തേങ്ങ, 1 ടൊമാറ്റോ, 4 അല്ലി ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തേങ്ങയെല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വറുക്കുമ്പോൾ അത് എല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇത്രയും മതി. ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനൊരു മൺചട്ടി വെച്ചു, നന്നായി ചൂടായി. അതിലേക്ക് ഞാൻ ഈ അരച്ച തേങ്ങ ഒന്ന് പൊടിച്ച ക്രഷ് ചെയ്ത ആ തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്തു. നമുക്കൊന്ന് വറുത്തെടുക്കാം. മൺചട്ടി നന്നായി ചൂടായതിന് ശേഷം തേങ്ങ വറുത്തെടുക്കുന്നത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തീയലിനൊക്കെ വറുക്കത്തില്ലേ, അതേപോലെ ആ ഒരു രീതിയിൽ നമുക്കിത് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് വറുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. മുളകും മല്ലിയും ഒന്നും ഇല്ല എങ്കിൽ മുഴുവനായിട്ടുള്ളത് ഇല്ല എങ്കിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തൊന്ന് ഇളക്കിയാൽ മതി. ഓഫ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് ഇളക്കാം. ഈ കറിവേപ്പിലയും കൂടെ വെളുത്തുള്ളിയും കൂടെ ഈ ഒരു കളർ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ച് നേരം അത് വറുക്കണം. എന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്താലും ഈ മൺചട്ടി നല്ല ചൂടുണ്ടാവും. നമുക്കിത് ചെറു ചൂടോടെ പൊടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് മുളക് മാത്രം ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവയും കൂടെ ഇതിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി പൊടിച്ചെടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പുളിയും ഒന്ന് അരച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ, ഞാൻ കുരുമുളക് ഇടാൻ മറന്നുപോയി, അതും കൂടെ ചേർക്കാം. ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തു. നമുക്കിത് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ കലക്കിയെടുക്കാം. അരപ്പ് തിളച്ച് തുടങ്ങി. നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോയും കുറച്ച് മുരിങ്ങയ്ക്കായും ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. നല്ല തിളയ്ക്കുന്ന മീനിലേക്ക് കടുവറുത്തൂടെ ഒഴിച്ചു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഈ സമയം എല്ലാവരും ഉപ്പൊക്കെ നോക്കണം. കറക്റ്റ് ഉപ്പോണാണ് എങ്കിൽ കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അടിപൊളിയല്ലേ? കുറേയൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഫിഷ് കറി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.